പുറത്തിറങ്ങിയ ചിത്രങ്ങളായ അന്ത്രു ദ മാൻ, മന്ദാകിനി, സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ, ടർബോ, വർഷങ്ങൾക്കു ശേഷം ഇന്ന് തുടങ്ങി, ഗർ, കുണ്ടലപുരാണം എന്നീ സിനിമകളിലെല്ലാം ഹൃദയഹാരിയായ പാട്ടുകൾ കൊണ്ട് മലയാളി മനസ്സുകളിലേക്ക് ചേക്കേറിയ അധ്യാപകൻ കൂടിയായ യുവഗാനരചയിതാവ് വൈശാഖ് സുഗുണന്റെ വിശേഷങ്ങൾ BTS-ലൂടെ അറിയാം. ചൂണ്ടലാണ് ചൂണ്ടലാണ് നിന്റെ കണ്ണേറ്, ആന്തലാണ് ആന്തലാണ് അന്തമില്ലാണ്ട്, പ്രേമമുള്ള് ഉള്ളിലാണ്ട് ചങ്കൊലിക്കും. Bangy bangy boom boom, bangy 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 boom, bangy 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 boom boom, bangy 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 boom. അടിയാന്നപ്പാ പോയിന് അത് നന്നപ്പാ കഴിച്ചിന്, കുഞ്ഞാളന്റെ വീട്ടിൽ പോയിട്ട് കൊടുക്കാച്ച് ബിരിയാണി കഴിച്ചിന്. നമസ്കാരം, ഞാൻ വർഷയാണ്. ഇന്ന് എനിക്കൊപ്പം ഒരു അതിഥിയുണ്ട്. ഒരു വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊക്കെ സുപരിചിതനായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. വൈശാഖ് സുഗുണനാണ് എനിക്കൊപ്പം ഉള്ളത്. നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. ബാങ്കി ബാങ്കി എന്നുള്ള ഒരു കണ്ണൂർ പാട്ട് മാത്രം മതി വൈശാഖിനെ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചാണ് മലയാള സിനിമയിലേക്ക് ലാൻഡ് ചെയ്തതെന്ന് പറയാറുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷ സിനിമയെക്കാളും ഈ ബാങ്കി ബാങ്കി എന്നുള്ള നമ്മുടെ കണ്ണൂർ പാട്ടാണ് വൈറലായത്. എങ്ങനെ ആ ഒരു സമയത്തെ കുറിച്ചൊക്കെ ഓർത്തെടുക്കുന്നത്? ഓട്ടോറിക്ഷയെ ബന്ധപ്പെട്ട് തന്നെയാണ് സയനോരയെ പരിചയപ്പെടുന്നത്. ഓട്ടോറിക്ഷ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സയനോര വരുന്നത്. അപ്പോൾ അതിനുശേഷം ഓട്ടോറിക്ഷയിൽ അവരുമായിട്ടുള്ളൊരു വർക്ക് നടക്കാത്തതുകൊണ്ട് പരിചയം ഉണ്ടായിരുന്നു. ആ പരിചയത്തിൻ്റെ പുറത്താണ് എന്നെ വിളിക്കുന്നത്. പിന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് കണ്ണൂരിനെ ബേസ് ചെയ്തിട്ടൊരു പാട്ട് ചെയ്യാം. നമ്മൾ രണ്ടുപേരും കണ്ണൂർക്കാരായതുകൊണ്ട് തന്നെ കണ്ണൂരിൻ്റെ ഒരു പൾസ് അറിയുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള മ്യൂസിക്കാണ് തന്നത്. എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ അതിന് വളരെ ചെറിയ പണിയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ രീതിയിലുള്ള മ്യൂസിക്കിന് വളരെ ചെറിയൊരു ലിറിക്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം, കണ്ണൂരിനെ പൊതുവെ ആൾക്കാർ കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമായിട്ട് പോകുമ്പോൾ അതെ, അത് മാറിയിട്ട് കണ്ണൂരിൻ്റെ ഒരു കൾച്ചർ നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. കണ്ണൂരിൻ്റെ സ്നേഹം അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ ആതിഥ്യ മര്യാദ, കണ്ണൂരിൽ വന്നിട്ട് ആൾക്കാർ കണ്ണൂരിനെ സ്നേഹിക്കുന്ന ആ ഒരു രീതി. അപ്പം അങ്ങനെ ബിരിയാണിയുടെ മണമുള്ള പയ്യാമ്പലത്തിൻ്റെ കാറ്റ്, തലശ്ശേരി ബിരിയാണിയുടെ രുചി അറിയുന്ന ഒരു നാടാണ് കണ്ണൂർ. അങ്ങനെ ആ പാട്ട് വരുന്നു. പിന്നെ ഈ ബാങ്കി ബാങ്കി എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് തുടങ്ങുന്നതുകൊണ്ടായിരിക്കും അത് വളരെ പോപ്പുലറായി പോയത്. അധികം ആൾക്കാർക്കും അറിയാത്തൊരു വാക്കാണല്ലോ. അങ്ങനെയാണത്. കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ബാങ്കി ബാങ്കി, കിയ കിയ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കാറുണ്ട്. അതുപോലെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ബാഗിൽ എന്താ ബോംബുണ്ടോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെയും കുറച്ച് സരസമായിട്ട്, എന്നാൽ എന്താണ് നമ്മുടെ കണ്ണൂർ, എന്താണ് അവിടുത്തെ സ്നേഹം എന്ന് കാണിക്കാൻ വേണ്ടി ആ ഒരു വരികളിൽ പറ്റിയിരുന്നു. ഈ വരികൾ ഉണ്ടാക്കുമ്പോൾ ഈ വാക്കുകൾ ഇങ്ങനെ ഒഴുകി വരുന്ന മാജിക് എന്താണ്? എനിക്ക് വലിയ ഇഷ്ടമാണ് എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ ഡിഗ്രി മലയാളമായിരുന്നു. മലയാളത്തിൽ തന്നെയാണ് എൻ്റെ ഉപരിപഠനം ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കവിതകൾ എഴുതുമായിരുന്നു. അപ്പോൾ അത് എഴുതുമ്പോൾ തന്നെ സിനിമയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമൊക്കെ കോളേജിലെത്തുമ്പോഴാണ് തുടങ്ങിയത്. ചെറുപ്പത്തിൽ കവിതകളൊക്കെ എഴുതുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇഷ്ടമാണ് ഈ പരിപാടി. ഇഷ്ടമുള്ളൊരു കാര്യം സന്തോഷത്തോടെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതെ, ഇപ്പോൾ കോളേജിലെത്തുമ്പോൾ എന്തായാലും മലയാളം സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ മാഗസീനോ എഴുത്തുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ അതിനു മുന്നേ നമ്മളൊരു LP തലമൊക്കെ തൊട്ട് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഒരു വായനയോടും എഴുത്തിനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം? വായിക്കുമായിരുന്നു. അതായത് പിന്നെ നമ്മൾ വൈകുന്നേരങ്ങൾ, വെള്ളിയാഴ്ചയൊക്കെ വൈകുന്നേരങ്ങൾ പുസ്തകങ്ങൾ തരുന്ന ഒരു അധ്യാപകരുള്ള സ്കൂളുകളായിരുന്നു എൻ്റെ കൂടുതൽ. അതായത് കണ്ടോത്ത് KLP സ്കൂള്, അന്നൂർ സ്കൂള്, വെള്ളൂർ സ്കൂള്, ഇവിടെയൊക്കെയാണ് പഠിച്ചത്. വളരെ പ്രാദേശികമായിട്ട് സർക്കാർ സ്കൂളുകളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ തന്നെ പുസ്തകങ്ങളാണ് അധ്യാപകർ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ വായിക്കാനുള്ള ഇടവേളകൾ ഉണ്ടാവുമായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചക്കൊക്കെ ഉണ്ടാവുന്ന വലിയ സമയങ്ങളിലൊക്കെ പുസ്തകങ്ങൾ വായിക്കും. പിന്നെ സാഹിത്യ സമാജങ്ങളിലൊക്കെ പങ്കെടുക്കും. ഞങ്ങൾ എഴുതിയത് അവതരിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ടാവും. അപ്പോൾ അത് വലിയൊരു കാര്യമായിരുന്നു. ആ സമയത്ത് വായിക്കാനുള്ളൊരു പ്രേരണ അധ്യാപകർ തന്നിട്ടുണ്ടായിരുന്നു. അതെ, നമ്മുടെ ഒരു ചെറിയ കാലത്ത് നമുക്ക് വായനയോടോ അതുപോലെ പുസ്തകത്തോടൊക്കെ ചെറിയൊരു ചങ്ങാത്തമൊക്കെ, അല്ലെങ്കിൽ കഥാ ബുക്കുകളോടെങ്കിലും കുട്ടികൾക്ക് ഒരു ചങ്ങാത്തം ഉണ്ടായിരുന്നു. പുതിയ കാലത്ത് ഫോണിന്റെ ഒരു അതിപ്രസരമൊക്കെ കാരണം കുട്ടികൾ വായന ചെറുതായിട്ടൊക്കെ മറന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിലെ അധ്യാപകൻ കൂടി ആയതുകൊണ്ട് ചോദിക്കുവാണ്, നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് വായനയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്താറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം എന്താ, വായനശാലകൾ വഴിയായിട്ട് ബാലവേദികൾ വളരെ സജീവമാണ്. അതുപോലെ തന്നെ സ്കൂളുകളിൽ വായനാ ചലഞ്ചുകൾ വഴി നിരന്തരമായിട്ട് കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ ഓരോ ക്ലാസ് റൂമിലും
ലൈബ്രറികൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പരമാവധിയുള്ള പ്രേരണകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സർക്കാർ സംവിധാനങ്ങൾ വഴി പുസ്തകങ്ങൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വഴി നിരന്തരം വായിക്കാനുള്ള പ്രേരണകൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച കുട്ടിക്ക് സമ്മാനങ്ങളടക്കം കൊടുക്കുന്നുണ്ട്. കുട്ടികൾ വായനയിലേക്ക് വരും. കാരണം പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് അവർ വഴിമാറി പോകുന്നത്. അപ്പോൾ നമ്മളതെല്ലാം മാറിയിട്ട് വായനയാണ് ലഹരി എന്നുള്ള രീതിയിലുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വരാനാണ് സാധ്യത. അത്തരത്തിലുള്ള ബോധവൽക്കരണം ഉണ്ട്. പക്ഷേ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ അറിയാലോ, സ്വന്തം മുന്നിലിരിക്കുന്ന കുട്ടികൾ അത്തരത്തിലുള്ള കുട്ടികളാണോ അതോ അവർ ഫോണിന് പുറകെ പോകുന്ന മക്കളാണോ? ഉണ്ട്. അതായത് ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ രീതിയിലുള്ള പരിച്ഛേദമാണ് കുട്ടികളെന്ന് നമുക്ക് പറയാം. കാരണം മുന്നിലിരിക്കുന്ന കുട്ടികൾ ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സിമ്പലാണ്. അപ്പോൾ വായിക്കാത്ത കുട്ടികളുണ്ടാവും, വായനയെ തീരെ വായിക്കാത്ത കുട്ടികളുണ്ടാവും, നന്നായിട്ട് വായിച്ചത് അതിനെക്കുറിച്ച് പറയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും ചേർത്തിട്ട് എല്ലാവരും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അധ്യാപകനാവണം എന്നുള്ളതാണ് ആഗ്രഹം. കുട്ടികളൊക്കെ വായിക്കണം, വായിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ മക്കളെ വായിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണോ ടിക്ടോക്ക് ഉണ്ണി പോലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതാനുള്ള പ്രചോദനം? തീർച്ചയായിട്ടും. എനിക്ക് നേരെ കവിതകളായിരുന്നു ചെറിയ കാലത്ത് എഴുതിയിരുന്നത്. പക്ഷെ അധ്യാപകനായ സമയത്ത് കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയേണ്ടുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ ക്ലാസ് മുറിയിലെ കുറച്ച് കുട്ടികളോട് മാത്രമാണ്. അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതുകയാണെങ്കിൽ കുട്ടികളുടെ ഭാഷയിൽ എഴുതാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അവരോടാണല്ലോ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ബാലസാഹിത്യ കൃതിയിലേക്ക് പോകുന്നത്. ടിക്ടോക്ക് ഉണ്ണി, അതുപോലെ ലിറ്റിൽ മാസ്റ്റർ. അത് അബ്ദുൽ കലാം ഒരു കുട്ടിയെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ള രീതിയിലാണ് ആ പുസ്തകം വരുന്നത്. അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിന് വളരെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് അത് എഴുതിയത്. പിന്നെ കുട്ടികൾക്ക് കുറേ വാല്യൂസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാനും പറ്റും, പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പോൾ അത് പുസ്തകത്തിലൂടെ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് 2 പുസ്തകങ്ങൾ അങ്ങനെ വന്നത്. അപ്പോൾ നമ്മൾ ആദ്യ പടത്തിലേക്ക് തന്നെ തിരിച്ചു വരുവാണെങ്കിൽ, അപ്പോൾ സിനിമ സ്വപ്നം കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു, സ്വപ്നത്തിലൊക്കെ സിനിമ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഓട്ടോറിക്ഷയിലേക്ക് എത്തിച്ചേരുന്നത്? ഇത് പാട്ടുകൾ എഴുതണമെന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂരിൽ നിന്ന് സിനിമ വലിയ ദൂരത്താണ് ഉള്ളത്. പൊതുവെ എറണാകുളത്താണ് ആയിരുന്നു എൻ്റെ ഒരു സമയത്ത്. അതായത് 2018-19 കാലഘട്ടത്തിൽ എനിക്ക് അങ്ങനെ വലിയ പരിചയങ്ങളൊന്നുമില്ല. പിന്നെയാണ് രതീഷ് ചേട്ടനൊക്കെ ഇവിടെ ഒരു സിനിമയുടെ കേന്ദ്രമാക്കി മാറ്റിയത്. അപ്പോൾ എനിക്ക് ആകെ പരിചയമുള്ള ഒരു സിനിമാക്കാരൻ, അതായത് ഞാൻ നേരിട്ട് കണ്ടത് എനിക്ക് സുധിയാണ്. സുബീഷ് ചേട്ടൻ പൈനക്കോളയിൽ ഞങ്ങളുടെ സീനിയറായിരുന്നു. ലാൽ ജോസ് സിനിമകളിലൊക്കെ വളരെ സജീവമായിട്ട് അഭിനയിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് ഇന്നത്തെ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അവരുടെ മെസ്സഞ്ചറിൽ കിടപ്പുണ്ടാവും. അപ്പോൾ എനിക്കൊരു അവസരം തരണം എന്നുള്ള രീതിയിൽ ഞാൻ നിരന്തരം മെസ്സേജുകൾ അയക്കും. പലതിനും റിപ്ലൈ ഒന്നും ഉണ്ടാവാറില്ല. അങ്ങനെയാണ് സുബീഷ് ചേട്ടൻ അയക്കുന്നത്. സുബീഷ് ചേട്ടൻ അപ്പോൾ തന്നെ എന്നെ തിരിച്ചു വിളിച്ചു. അതാണ് വലിയ സന്തോഷം. തിരിച്ച് വിളിച്ചിട്ട് ഞാൻ നമ്പറും വെക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യും. കാരണം സിനിമ പെട്ടെന്ന് നമ്മൾ ഇന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് സിനിമയിൽ എത്താൻ പറ്റില്ല. ഇന്നത്തെ ആൾക്കാർക്ക് ഇല്ലാത്തൊരു പ്രശ്നം അതാണ്. കാരണം വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം, നല്ലൊരു അവസരം വരുമ്പോൾ എൻ്റെ വഴിയാണെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓട്ടോറിക്ഷയിൽ വിളിക്കുന്നത്. ഓട്ടോറിക്ഷ ഇവിടെ ചന്തപ്പുരി ആയിരുന്നു അതിൻ്റെ ഷൂട്ടിങ്, നമ്മുടെ മാതമംഗലം കൈതപ്പുറം ഭാഗത്തുള്ള. അപ്പോൾ അതിൽ കണ്ണൂർ സ്ലാങ്ങിലുള്ളൊരു പാട്ട് ആവശ്യമാണ്. കണ്ണൂർ സ്ലാങ് ആകുമ്പോൾ നമ്മുടെ മെയിൻ ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് എഴുതി. ഏറ്റവും വലിയ സന്തോഷം ശരത് സാറാണ്. അപ്പോൾ ഞാനൊരു ചെന്നൈ യാത്ര അതുമായി ബന്ധപ്പെട്ട്, കാരണം കണ്ണൂർ സ്ലാങ്ങിലുള്ള പാട്ടാണ്. അപ്പോൾ അത് സാറിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ അത് പാടി വരണമെങ്കിൽ അതിൻ്റെ കൂടെ ലിറിക്സ് റൈറ്ററും വേണം. അപ്പോൾ ഞാൻ ചെന്നൈയിൽ പോകുന്നു, ശരത് സാറിനെ നേരിട്ട് കാണുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കാരണം സാർ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പുറത്ത് പോകേണ്ട ആവശ്യം വന്നു. അപ്പോഴൊക്കെ ഞാൻ അവിടെ സ്റ്റുഡിയോയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമായിരിക്കും അതൊക്കെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഏഷ്യാനെറ്റിലൊക്കെ സാറിൻ്റെ പരിപാടിയൊക്കെ കണ്ട് അണ്ണാച്ചി എന്നൊക്കെ വിളിക്കുന്ന ആ വിളികളും ആ സംസാരം കണ്ട് അപ്പോൾ ഞാൻ വളരെ ഏറ്റവും തുടക്കക്കാരനായിട്ട് പോയ ഒരാളാണ്. ഞാൻ വിചാരിച്ചു അവിടെ പരിപാടികൾ ഓക്കെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചു വരാം. പക്ഷേ അത് ഓക്കെ ആയി. അതിനുശേഷം അതിൻ്റെ ഒരു പ്രൊമോ സോങ് കൂടി എഴുതാൻ എനിക്ക് ആ സിനിമയ്ക്ക് വേണ്ടി പറ്റി. ഓക്കെ. അപ്പോൾ ഓട്ടോറിക്ഷയിലെ ആ ഗാനങ്ങൾ പക്ഷേ ഈ നമ്മുടെ ബാങ്കി ഒന്നും കൊണ്ടാടിയ പോലെ അന്ന് അത്രയും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആദ്യത്തെ നമ്മളൊരു വർക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലയോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിൽ പാട്ട് എഴുതുക എന്നുള്ളതായിരുന്നു. ആ ആഗ്രഹത്തോടു കൂടി ഞാൻ വിചാരിച്ചു എൻ്റെ സിനിമ ജീവിതം, അതായത് എൻ്റെ ആഗ്രഹം കഴിഞ്ഞല്ലോ. എനിക്ക് കേക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. ആ കേക്ക് കഴിച്ചു തീർന്നു. അപ്പോൾ അതായിരുന്നു ഞാൻ വിചാരിച്ചു. അപ്പോൾ സിനിമ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ സംവിധായകൻ ഇപ്പോൾ ലൂസിഫറിൻ്റെ ഒക്കെ സിനിമാറ്റോഗ്രാഫറാണ്, വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. അനുശ്രീയാണ് നായിക.
ഒരു സിനിമ വേണ്ട രീതിയിൽ അറിയപ്പെട്ടില്ല. പക്ഷെ സിനിമയിലെ താരങ്ങൾ ഇന്ന് നോക്കുമ്പോൾ മനോജ് കെ പോലെ, സുബി സുധി പോലെ, സുനിൽ സൂര്യ പോലെ ഇന്ന് അറിയപ്പെടുന്ന എല്ലാ, അതായത് മലബാറിന്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ തുടക്കം ശരിക്കും ഓട്ടോറിക്ഷയ്ക്ക് ആയിരിക്കും. മലബാർ സിനിമയിലേക്ക് അല്ലെങ്കിൽ കണ്ണൂർ സിനിമയുടെ ഒക്കെ ഒരു തുടക്കത്തിന് ഒരു ഭാഗം ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ അത് ഓടാത്തപ്പോൾ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം കഴിഞ്ഞു. പിന്നെ വിചാരിതമായിട്ടാണ് സൈനോരയുടെ വിളി വരുന്നത്, ബാങ്കി ബൂമിൽ. അതും സുബീഷേട്ടൻ വഴിയാണ് ഞാൻ അവരെ പരിചയപ്പെടുന്നതും വിളിക്കുന്നതും. 2 കണ്ണൂക്കാർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ആ പാട്ടിലുണ്ട്. അത് നമ്മളെല്ലാവരും അത് അനുഭവിക്കുകയും ചെയ്തു. ഈ പറയുന്നത് പോലെ ഒരു കേക്ക് കഷ്ണം കഴിച്ച് അവിടെ ആഗ്രഹം പൂർത്തീകരിക്കേണ്ട ആളായിരുന്നില്ല, നമുക്കൊരു മധുരത്തിന്റെ പാലാഴി തന്നെ തീർന്നു തരേണ്ട ആളായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സിനിമയിൽ എത്തുമ്പോഴത്തേക്കും ഏകദേശം മുഴുവൻ പാട്ടും എഴുതിയത്. അതെ, എനിക്ക് പിന്നെ സുരേഷനും സുമലതയിലൊക്കെ 7 പാട്ടോളം എഴുതാൻ പറ്റും. 9 പാട്ടുണ്ട് അതിൽ, 9 അരപ്പാട്ട് എന്നാണ് അവർ പറയാ, ഒരു ചെറിയ അരപ്പാട്ട് കൂടി നാടകം. അതെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സാധാരണ അതിൽ സിനിമയിൽ 2-3 ആൾക്കാരൊക്കെയാണ് പാട്ട് എഴുതുന്നത് ഒരു സിനിമയിൽ തന്നെ, നോക്കിയാൽ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ സോങ് ഒരു സിനിമയിൽ കിട്ടുക വളരെ അപൂർവമാണ്. അപ്പോൾ ആവേശത്തിലൊക്കെ വിനായക് മുഴുവൻ പാട്ടുകൾ എഴുതുന്ന പോലെ അങ്ങനെ കിട്ടാറില്ല പലപ്പോഴും. പക്ഷെ ഇതിൽ മുഴുവൻ പാട്ട്, അതുപോലെ മദനോത്സവത്തിൽ മുഴുവൻ പാട്ട്, അത് 7ഓളം പാട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ സംവിധായകർ നമ്മളെ പിന്നെ വിശ്വസിച്ചിട്ട് ഞങ്ങൾ വർക്ക് തരുവാന്നൊരു സന്തോഷം. തീർച്ചയായിട്ടും രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പോലെ ഒരു ഡയറക്ടർ താങ്കളെ മുഴുവനായും വിശ്വസിച്ചു തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ആദ്യഘട്ടം മുതൽ ഇതുവരെയും ഉപ്പില്ലാത്ത കഞ്ഞിയില്ല എന്ന് പറഞ്ഞ കണക്ക് അദ്ദേഹത്തിന് വൈശാഖില്ലാത്ത ഒരു പാട്ടില്ല അദ്ദേഹത്തിന്റെ സിനിമയിൽ. മാത്രമല്ല ആ സിനിമയിലൊക്കെയും പാട്ടിന് നല്ല പ്രാധാന്യം ഉണ്ടല്ലേ. അപ്പൊ ഈ പാട്ട് എഴുതുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ആടലോടകം എന്ന് പറഞ്ഞ പാട്ടിനെ കുറിച്ച് എടുത്ത് പറയേണ്ടി വരും. അതിലെ തമിഴ് വരികൾ പോലും വൈശാഖി തന്നെയാണ് എഴുതിയതെന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയാണ് തമിഴിലൊരു നോളജ് എങ്ങനെ കിട്ടിയത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനുവേണ്ടി മാക്സിമം കൊടുക്കും. തമിഴ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. സൺ ടി വിയിലെ സിനിമകളും വാർത്തകളും ഒക്കെ കണ്ട് തമിഴ് എനിക്ക് സംസാരിക്കാൻ ആളെ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ പരമാവധി തമിഴ് പാട്ടുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വരികൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരവസരം കിട്ടുമ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ അവർ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് അറിയുന്ന ആരെയും കൊണ്ട് എഴുതിപ്പിക്കും. അപ്പം അതിനേക്കാളും നല്ല ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ട്രൈ ചെയ്ത തമിഴിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നപ്പോൾ, മാറ്റങ്ങൾ വന്നപ്പോൾ അത് അറിയുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ തന്നെ അത് പരിഹരിച്ച് റെഡിയാക്കി. അപ്പോൾ തമിഴിലും കൂടി എഴുതാനുള്ള എൻ്റെ ഒരു ആഗ്രഹം സുരേഷിലും സുമലതയിലും ഉണ്ട്. 4 വരിയോളം തമിഴ് എഴുതാനുള്ള ഒരവസരവും കിട്ടി. അതെ, അതുപോലെ ആടലോടകത്തിലെ ഒരു വരി രാജീവ ലോചനൻ, അദ്ദേഹത്തിന്റെ പേര്, ക്യാരക്ടറിന്റെ പേരും അതായിരുന്നു. അതെങ്ങനെയാണ് അത്രയും സമർത്ഥമായി ആ പാട്ടിൽ എഴുതിക്കാനൊക്കെ പറ്റുന്നത്? അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ എങ്ങനെയാ വരുന്നത്? എനിക്ക് പിന്നെ ഓട്ടോറിക്ഷയൊക്കെ കഴിഞ്ഞ് പിന്നെ കനകം കാമിനി കലഹത്തിൽ ഞാൻ രതീഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ പാട്ട് OTT-ലായതുകൊണ്ട് പാട്ട് വന്നില്ല. അപ്പോൾ അതിനുശേഷം എനിക്ക് കിട്ടുന്ന വലിയ അവസരമാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് ഒന്നും വലിയ ധാരണയില്ല. കാരണം ആദ്യമായിട്ട് മുഴുവൻ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടുന്നു, പിന്നെ രതീഷേട്ടൻ്റെ കൂടെ മുഴുവനായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ദേവി, കഥാപാത്രത്തിൻ്റെ പേര് ദേവി ഉണ്ട്, രാജീവനുണ്ട്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടിൽ മുഴച്ചു നിൽക്കാത്ത രീതിയിലാണെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണ് രാജീവലോച. പിന്നെ കുഞ്ചാക്കോനൊക്കെ നമ്മുടെ എല്ലാ കാലത്തെയും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ പറ്റുന്ന ഒരവസരം നന്നാക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഞാൻ ആദ്യം ചോദിച്ച പോലെ തന്നെ ഈ ഒരു പാട്ട്, അതിലൊരു വാക്കുകളുടെ ഒഴുക്ക്, ഇപ്പം സാധാരണ എല്ലാവരും പറയാറുണ്ട് ഒരു റിയാലിറ്റി ഷോ എടുത്ത് നോക്കൂ, എല്ലാവരും പഴയ പാട്ട് മാത്രമാണ് പാടുന്നത്, അതുകൊണ്ട് പഴയ പാട്ട് മാത്രമാണ് മെച്ചം, ഇപ്പോഴത്തെ പാട്ടൊക്കെ വെറുതെ കുറെ ശബ്ദം കുത്തിക്കയറ്റുന്നതല്ലാതെ അതിൽ അർത്ഥമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു അപവാദമാണ്. ശരിക്കും താങ്കളുടെ ഓരോ വരികൾക്കും വലിയ അർത്ഥങ്ങളും ഓരോ വാക്കിനും, നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ മൂളൽ പോലും നമ്മളെ അത്തരത്തിൽ, അത് എങ്ങനെയാണ് അങ്ങനെയൊക്കെ എഴുതി വരാൻ പറ്റുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു അവസരം അത് മാക്സിമം ഭംഗിയാക്കുക. ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ തന്നെ കാരണം അങ്ങനെ നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. നമ്മൾ ഈ ആടലോടകം എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിച്ചപ്പോൾ അതിന് ആദ്യം കാണുന്ന ഒരു അർത്ഥത്തിന് പുറമെ ഒരു അർത്ഥം കൂടി അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ സംഗതികൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു സൈനാണ്. അപ്പോൾ ഞാൻ എഴുതുന്നൊരു പാട്ട് എല്ലാ കാലത്തും അവിടെ എവിടെയെങ്കിലായിട്ട് കിടപ്പുണ്ട്. അതിനെ ആരെങ്കിലും എപ്പോഴെങ്കിലും കേൾക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇത് ആരാണ് എഴുതിയ ആളെന്ന് അന്വേഷിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ബൈ പറയാതെ അവിടെ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ
മാത്രമേ ഉള്ളൂ. അവിടെ നിൽക്കും. ആടലോടകത്തിന് രണ്ടർത്ഥം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ചങ്കുരിച്ചാല് നമ്മുടെ ചങ്കുരിച്ചാലാണ് അതിനും രണ്ടർത്ഥമുണ്ട്. ആ രണ്ടർത്ഥവും സിനിമയിൽ ആപ്റ്റ് ആവുന്നുമുണ്ട്. ഇത്തരത്തിലൊക്കെ വാക്കുകൾ ഉപയോഗിക്കാനുള്ള ഒരു ധൈര്യവും അത് കൂടെയുള്ളവരൊക്കെ തരുന്ന ധൈര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് സംവിധായകൻ തരുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം കൊണ്ട് അങ്ങനെ എഴുതുന്നത്. എല്ലാ സംവിധായകനും തരണം എന്നില്ല. അതായത് ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തന്നെ തോന്നാറുണ്ട്, അടുക്കളയിൽ നിന്ന് പോലും ഞാൻ വാക്കുകൾ എടുത്തിട്ടുണ്ട്. അതിൽ കൈക്കല തുണിയൊക്കെ ഉണ്ട് ഒരു പാട്ടിന്റെ ഒരു വരിയിൽ. അപ്പൊ കൈക്കല തുണിയൊന്നും സിനിമയിലേക്ക് ഒരു പ്രവേശനമില്ലാത്ത വാക്കാണ്. കൈക്കല തുണി, കരിന്തിരി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പൊ എങ്ങനെയാണ് ചങ്കുരിച്ചാല വരുന്നത് എന്നുള്ളത്, ആ ചങ്കുരിച്ചാല എന്ന് പറയുന്നത് ആ കവിത ഞാൻ എഴുതുക ചെയ്ത ആദ്യം ഒരു കവിത പോലെ ഞാൻ എഴുതി കൊടുത്തു. അതിനാണ് ട്യൂണ് വന്നത്. അപ്പോൾ ചങ്കുരിച്ചാൽ എനിക്ക് അറിയുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ചങ്കുരിച്ചാൽ എന്താണ് ആ കഥാപാത്രത്തിന് ഉണ്ടാവുന്നത്, പ്രേമമല്ലാതെ ഒന്നുമല്ല എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ആ സിനിമയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ അതാണ് കുറച്ചുകൂടെ അതിനെ ജനപ്രിയമാക്കാനും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും ഇടയാക്കിയത്. അതെ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ കുട്ടികൾ വായിക്കുന്നുണ്ടോ, അതുപോലെ കുട്ടികളുടെ ഇടയിലൊക്കെ മയക്കുമരുന്നിന്റെ ഉപയോഗമൊക്കെ കൂടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ വരാറുണ്ട്. അപ്പൊ അത്തരത്തിൽ വന്ന ഒരു സിനിമയായിരുന്നു വെളുത്ത മധുരം അല്ലെ. അതിലും നല്ലൊരു പാട്ട് എഴുതാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഒരു അപവാദം കൂടിയാണ്, കാരണം അതിന്റെ കഥ എഴുതിയത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ കുട്ടികൾ വായിക്കുകയും എഴുതുകയും ചെയ്യുന്നുണ്ട് ഈ കാലത്ത് എന്നുള്ളതും കൂടി വ്യക്തമാണ്. അപ്പോൾ ആ സിനിമയുടെ വിനീത് ശ്രീനിവാസൻ പാട്ട് പാടുന്നത് അതിന്റെ ഒക്കെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഇത് ഈ വെളുത്ത മധുരം എന്ന് പറയുന്ന സിനിമയുടെ മ്യൂസിക് ചെയ്ത് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ മ്യൂസിക് അധ്യാപകനാണ്, ഷൈജു പള്ളിക്കുന്ന് എന്നാണ് പേര്. അദ്ദേഹമായിട്ട് നമ്മൾ സ്റ്റാഫ് റൂമിൽ അടുത്തടുത്ത് ഇരിക്കുന്ന ആൾക്കാരാണ്. അത് വലിയൊരു സംഗതിയായിരുന്നു. അതായത് അടുത്തടുത്ത് ഇരിക്കുന്ന 2 ആൾക്കാർ കൂടി ചേർന്നൊരു പാട്ടുണ്ടാക്കുക. അപ്പോൾ ഷൈജു സാറിന് ഈ വർക്ക് കിട്ടി. അപ്പം എന്നോട് പറഞ്ഞു നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇങ്ങനെയാണിത് സംഗതി. അതായത് ലഹരിക്കെതിരെയുള്ള ഒരു സിനിമയാണ്, കുട്ടികൾ എന്തായാലും നിർബന്ധമായിട്ട് കാണേണ്ടതാണ്. നമ്മൾ ചെയ്യുന്ന ജോലി അതുമായി ബന്ധപ്പെട്ടാണല്ലോ. കുട്ടികളോട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിൽ പറയുന്നതിനേക്കാൾ 1000കണക്കിന് മടങ്ങ് പ്രഹരശേഷിയുണ്ട് സിനിമയ്ക്ക്. അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ തീം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരതിൽ നിന്ന് ഒരാളെങ്കിലും പിന്മാറിയാൽ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്റ്റാഫ് റൂമിൽ നിന്ന് ഉണ്ടായ ഒരു പാട്ടാണ് വെളുത്ത മധുരത്തിലെ വിനീത് ശ്രീനിവാസനാണ് പാടിയത്. വളരെ സന്തോഷമുണ്ടായിരുന്നു, കാരണം അത് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ സിനിമയാണ്. അതിൽ നമുക്ക് ഒരുമിച്ച്, അതായത് ഒരു സ്റ്റാഫ് റൂമിലെ 2 വ്യക്തികൾക്ക് ചേർന്നുണ്ടാക്കിയ പാട്ട്. അതെ അതെ, നമുക്ക് തിരുത്താനായാലും അഭിപ്രായങ്ങൾ പറയാനും വളരെ എളുപ്പമാണ്. അടുത്തടുത്താണല്ലോ ആൾക്കാരുള്ളത്. ഈ ചെറിയ കാലം മുതലേ സാഹിത്യം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ സംഗീതം കൂടെ ഉണ്ട് എന്ന് എവിടെയും പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഒരു പാട്ടിലേക്ക് എത്തുന്നത്? നല്ല ചോദ്യമാണ്. എനിക്ക് സംഗീതമായിട്ട് തീരെ ബന്ധമില്ല. കാരണം പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്നല്ലാതെ സംഗീതം പഠിക്കാൻ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഞാൻ 2-3 ക്ലാസ്സിന് പോയിട്ടുണ്ട്. എനിക്കിത് കൃത്യമായിട്ട് മറിയൂല. ഞാൻ ഇതിലായിരിക്കും ശ്രദ്ധിക്കുക സംഗീതം പഠിക്കാൻ പോകുന്നത്. അങ്ങനത്തെ ചില കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് മാറി. എനിക്ക് തോന്നുന്നു 3 ക്ലാസ്സൊക്കെ ഞാൻ പോയിട്ടുള്ളത്. അതാണ് എനിക്ക് സംഗീതമായിട്ടുള്ള ബന്ധം. പക്ഷേ പഠിപ്പിച്ച അധ്യാപകർ, പഠിച്ച കവിതകൾ, കേട്ട പാട്ടുകൾ, അതൊക്കെ തരുന്ന ഒരു സംഗീത ബോധം ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ നാട് പയ്യന്നൂർ എന്ന് വെച്ചാൽ മ്യൂസിക്കലി എല്ലാ ഭാഗത്തും കോൽക്കളിയുടെ പാട്ടായാലും പൂരക്കളി ആയി കഴിഞ്ഞാലും എല്ലാം താളമാണ് ഇവിടെ. അതെ അതെ, തെയ്യത്തിന്റെ വാചാലായി കഴിഞ്ഞാലും. അപ്പൊ അതൊക്കെ എവിടെയെങ്കിലായിട്ട് നമ്മളെ തൊട്ടിട്ടുണ്ടാവണം. അതുകൊണ്ടൊക്കെ തന്നെയാവും ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് എത്തിയത്. നമ്മുടെ നാടിന്റെ ഒരു കൾച്ചറിൽ ഒരു ഫോക്ക് ടച്ച് ഉണ്ട്, ഈ പാട്ടിലൊക്കെ ഒരു ഫോക്ക് ടച്ച് ഉണ്ട്, ഒരു ഋതുവുണ്ട്. ഇതൊക്കെയാണോ കൂടുതൽ ഇഷ്ടം, അല്ല കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള പാട്ടുകൾ എഴുതാനും അത് പാടി കേൾക്കാനും ഒക്കെയാണോ ഇഷ്ടം? എല്ലാ തരത്തിലുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് അങ്ങനെ നമ്മള് ആദ്യകാലത്ത് എനിക്ക് ഏകദേശം മലബാറിന്റെ ഒരു ഏരിയയിലുള്ള പാട്ടുകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. തെയ്യം അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് വിനീത് ശ്രീനിവാസൻ പടങ്ങളിലൊക്കെ അത് പുറത്തുനിന്നുള്ള കോളൊക്കെ വരുന്ന സമയത്താണ് നമ്മളിതിൽ നിന്നൊക്കെ മാറിയിട്ടൊരു എഴുത്തിലേക്ക് വരുന്നത്. അപ്പോൾ എന്ത് കിട്ടിയാലും ചെയ്യും എന്നുള്ളൊരു ധൈര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ എല്ലാ സദ്യ കംപ്ലീറ്റ് ആവണമെങ്കിൽ എല്ലാ തരത്തിലുള്ള കറികളും വേണമെന്ന് പറയുന്ന പോലെ നമ്മളതിന് വളരെ ഫാസ്റ്റായിട്ടുള്ള പാട്ടാണെങ്കിലും റൊമാൻറ്റിക് ആണെങ്കിലും ഇനി പിന്നെ നായകൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഇൻട്രോ പാട്ടാണെങ്കിലും ഒക്കെ ചെയ്യാൻ റെഡിയാണ്. ഇപ്പൊ നമുക്ക് ഒരു മ്യൂസിക് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് ലിറിക്സ് എഴുതുന്നതാണോ എളുപ്പം, അല്ല നമ്മുടെ ഒരു വരികൾക്ക് ഈണം പകരുന്നതാണോ? ഏതാണ് ഈ 2 പ്രോസസ്സിൽ ഏതാണ് കൂടുതൽ എളുപ്പം? അങ്ങനെ അതിന്റെ ബുദ്ധിമുട്ട് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. കാരണം പിന്നെ എനിക്ക് കിട്ടിയതൊക്കെ വളരെ മ്യൂസിക്കിനും എഴുതിയിട്ടുണ്ട്. എഴുതിയതിന് ചങ്കുരിച്ചാലൊക്കെ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ മ്യൂസിക് ഡയറക്ടറുടെ സങ്കടം കാണാം, തിരിച്ചാകുമ്പോൾ മ്യൂസിക് ഡയറക്ടർക്ക് നമ്മുടെ പ്രയാസം കാണാം, ഇതിനനുസരിച്ച് എഴുതുക എന്നുള്ളത്. പക്ഷെ രസമാണ്, ഒരു ബൗണ്ടറിക്കകത്ത് നിന്ന് എഴുതുമ്പോൾ
നമുക്ക് നമ്മളെ തന്നെ വല്ലാതെ പിന്നെ നമ്മളോട് പറയാം നീ സൂപ്പറാണെന്ന് നമുക്ക് തന്നെ നമ്മളോട് പറയാം. കാരണം നമ്മളിതിനകത്തിരുന്നിട്ടല്ലേ എഴുതുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് ഒരു വാക്കോ ഒരു അക്ഷരമോ മുഴച്ച് നിൽക്കാൻ പാടില്ല, അത് ബുദ്ധിമുട്ടാവാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ സൂപ്പറാണ് നമ്മൾ എഴുതി വരുമ്പോൾ. മറ്റേതാവുന്ന സമയത്ത് ഫ്രീഡം ഉണ്ട്, പക്ഷെ അത്ര ഫ്രീഡം ചിലപ്പോൾ വേണ്ടി വരില്ല. അത്ര കാറ്റ് വേണ്ടെന്ന് പറഞ്ഞ പോലെ അത്ര ഫ്രീഡം ചിലപ്പോൾ വേണ്ടി വരില്ല. അപ്പോൾ അതോരോ സംവിധായകരുടെ ഇഷ്ടം പോലെ ആണ് വരുന്നത്. ഈ ഞാൻ സൂപ്പറാണെന്ന് എനിക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അപ്പുറത്തേക്കൊക്കെ തോന്നുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് സാധിക്കുന്നത്? ഞാൻ ആദ്യം മുതലേ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആവർത്തന വിരസത ഉണ്ടാവും തോന്നുന്നു. കാരണം റിട്ടേൺ എന്ന് പറയുന്ന ഒരു ആൽബം എടുത്താൽ അതില് നമ്മൾ ഒരു കോവിഡ് എന്ന് പറയുന്ന ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ എന്തായാലും അന്ന് മറികടക്കുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ആളുകളൊക്കെ. പക്ഷെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പോസിറ്റീവായിട്ടൊരു തിങ്ക് ആയിരുന്നു. അതായിരിക്കാം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അതിന് ഒരു എഴുത്ത് വേണമെന്ന്. അതില് ഈ നമ്മുടെ പ്രളയത്തെ കുറിച്ച് പറയുന്നു, അതിനെ നമ്മൾ കരകയറ്റിയില്ലേ, പിന്നെ ഇതൊക്കെ നിസാരമല്ലേ എന്നുള്ള രീതിയിലൊക്കെ എങ്ങനെയൊക്കെയാണ് അതൊക്കെ സാധ്യമാവുന്നത്? അത് എനിക്ക് അതിനോട് ചേർത്ത് പറയാനുള്ള സുബീഷ് ചേട്ടനെ കുറിച്ച് തന്നെയാണ്. കാരണം സുബീഷ് ചേട്ടൻ വഴിയാണ് ആ പാട്ടിലേക്ക് ഞാൻ വരുന്നത്. എല്ലാവരും തളർന്നിരിക്കുന്നു, ആത്മഹത്യ വരെ എല്ലാവരും പിന്നെ ആലോചിച്ച് നിൽക്കുന്ന സമയം, ജോലിയില്ല. തീർച്ചയായിട്ടും എടാ നമുക്ക് ആൾക്കാർക്ക് ഒരു മെസ്സേജ് കൊടുക്കണം, ഇങ്ങനെ ഒന്നും ഇരുന്നാൽ പോരെ, ഇതെല്ലാം റെഡിയാവും, നമ്മൾ തിരിച്ചു വരും. നമ്മുടെ തിയേറ്ററൊക്കെ അടച്ചു, എല്ലാം പോയി, എല്ലാ വെളിച്ചവും അണഞ്ഞു പോയി. അപ്പോൾ നമുക്ക് പറഞ്ഞ് ചെയ്യാം. അപ്പോൾ ആരാണ് മ്യൂസിക് ചെയ്യുന്നത്? മണികണ്ഠൻ അയ്യപ്പയാണ് ചെയ്യുന്നത്. മെക്സിക്കൻ അപാരതയൊക്കെ ചെയ്ത ഗംഭീര മ്യൂസിക് ഡയറക്ടർ, ഇപ്പോൾ അഞ്ചക്കള്ള കോക്കാനൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ ചേട്ടായിയായിട്ട് ഞാൻ പരിചയപ്പെടുന്ന ആ വർക്കിലൂടെയാണ്. പിന്നെ അതിൻ്റെ മ്യൂസിക്കും ആ രീതിയിലായിരുന്നു. നമുക്ക് പിന്നെ നമ്മളെല്ലാം അനുഭവിക്കുന്ന പ്രശ്നമല്ലേ, അത് പരിഹരിക്കണം എന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ടല്ലോ. പിന്നെ നെഞ്ചോളം വെള്ളം കയറിയാലും നമ്മൾ അതിനെ കരകയറ്റിയിട്ടുണ്ട്. 4 പേര് ഇരുന്നിടത്തിന് 40 പേര് വന്നിരിക്കും. അയ്യോ, ഒറ്റ വരിയിൽ നമ്മുടെ എത്രയോ വലിയ കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ പറ്റും. നമുക്കൊരു ഒരുമിച്ചുള്ള ഇരുത്തങ്ങൾ ഉണ്ടായിരുന്നില്ല, ഓൺലൈൻ ക്ലാസ്സുകൾ, ഇതൊക്കെ ലോകത്തിനുണ്ടായ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മളതൊക്കെ മാറി, നമ്മളൊത്ത് എല്ലാ പരിപാടികൾക്കും കൂടി ചേർന്നല്ലോ. പ്രത്യേകിച്ച് നമ്മൾ മലബാറുകാരല്ലേ, നമുക്ക് ഒരു തെയ്യം വന്നു കഴിഞ്ഞാൽ, ഒരു കളിയാട്ടം വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് എല്ലാം കൂടിച്ചേരലിന്റെ ആഘോഷങ്ങളായിരുന്നു. അതൊക്കെ ഇല്ലാതെ വീടുകളിലൊക്കെ ഒതുങ്ങിപ്പോയ ഒരവസ്ഥ. സത്യം ആ ഒരു വർക്കിനെ കുറിച്ച് എനിക്ക് വാക്കുകളിൽ ഇപ്പോഴും കൂടി പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം നമ്മുടെ പുതിയ സിനിമയിലേക്ക് വന്നു, അതിൽ ഓൾമോസ്റ്റ് 7 പാട്ടല്ലേ, 7 പാട്ട് എഴുതി. എന്തൊക്കെയാണ് ആളുകളിൽ നിന്ന് വരുന്ന റെസ്പോൺസ്? എന്തൊക്കെയാണ്? പാട്ടുകളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. കാരണം രതീഷ് ചേട്ടൻ പാട്ട് എടുക്കുന്നത് വളരെ രസമാണ്. എനിക്ക് ആടലോടൊക്കെ എടുത്തത് ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാളും ഗംഭീരമായിട്ട്. കാരണം നമ്മൾ എഴുതിയതിനെ ഒരാൾക്ക് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് വലിയ പാടാണ്. കാരണം നമ്മൾ എഴുതിയതിൻ്റെ അർത്ഥം ചിലപ്പോൾ ക്യാമറയിൽ ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷേ ഇതിലൊക്കെ വളരെ ഇന്നർ മീനിങ്ങിൽ നമ്മൾ എഴുതിയ കുറേ കാര്യങ്ങൾ അതൊക്കെ പരമാവധി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സുരേഷും സുമലതയും ഒരു പരീക്ഷണ സിനിമ കൂടിയാണ്. അപ്പോൾ അത് പിന്നീട് പിൽക്കാലത്ത് വളരെയധികം ചിലപ്പോൾ സിനിമാ വിദ്യാർത്ഥികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സിനിമയായിരിക്കും. നമുക്ക് മാക്സിമം അതായത് പാട്ടുകളുടെ രീതിയിൽ ഇതൊരു സംഗീത നാടകം പോലെയൊക്കെയാണ് അതിനെ കൊണ്ടുപോയത്. ഫുൾ മ്യൂസിക്കലാണ്. അപ്പോൾ ഡോൺ വിൻസെൻറ്റുമായിട്ടാണ് എനിക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ എന്നാത്തം കേസോടിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് അത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അങ്ങനെ എൻജോയ് ചെയ്തതാണ്. ഒരുപാട് തിരുത്തലുകൾ വേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ഓരോന്നും ഉണ്ടാക്കും. ആദ്യം ചൂണ്ടലാണെന്ന് പറയുന്ന പാട്ടാണ് എഴുതിയത്. ആ ചൂണ്ടലിലേക്ക് ആ പാട്ട് വരാൻ ഒരുപാട് നമ്മൾ കാത്തിരുന്നു. അതെ അവരുടെ പിന്നെ സേവ് ദ ഡേറ്റ് പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല അനുഭവമായിരുന്നു ടീച്ചറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. വളരെ രസമാണ്. ഇനി നാളെ മറ്റന്നാൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരും. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പയ്യന്നൂരിലെ നമ്മൾ ഈ സിനിമയെയും പാട്ടിനെയും ഒക്കെ ഇങ്ങനെ ആരാധിച്ച് നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആരാധിച്ച പലരും നമ്മുടെ പാട്ടുകൾ ഇങ്ങനെ പാടുകയാണ്. അങ്ങനെ ആ ഒരു നിമിഷത്തെ എങ്ങനെ ഓർത്തെടുക്കുന്നത്? അതിൽ ഏറ്റവും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ഏതായിരുന്നു? എനിക്ക് ചിത്ര ചേച്ചിൻ്റെ പാട്ട് പാടിയത് വലിയ സന്തോഷമാണ്. അതായത് അതിനു മുന്നേ പിന്നെ റിട്ടേണിലൊക്കെ വിനീതേട്ടൻ എൻ്റെ പാട്ട് പാടി. അപ്പോഴൊന്നും എനിക്ക് ആളെ പരിചയമില്ല, കാരണം ഇത് വേറെ ഒരു സ്ഥലത്ത് നിന്ന് നടക്കുന്നു എന്നല്ലാതെ. അപ്പോൾ വിനീതേട്ടൻ്റെ സിനിമയിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരാൾ, അതായത് മലയാളികളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഏത് പാട്ടെഴുതുന്ന ആളും മ്യൂസിക് ചെയ്യുന്ന ആളും ആഗ്രഹിക്കുന്നതാണ് ചിത്ര ചേച്ചിക്ക് ഒരു പാട്ട് പാടുക, ദാസേട്ടൻ്റെ ഒരു പാട്ട് പാടുക എന്നുള്ളത്. ഇതിപ്പോൾ ജീവിതഗാഥകളെ എന്ന് പറയുന്ന ഒരു പാട്ട്, അതും ഇതുപോലെ തന്നെയാണ്, ഒരു മോട്ടിവേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അത് ചിത്ര ചേച്ചിയുടെ സൗണ്ടിൽ വരുന്നു. എന്നോട് അതിൻ്റെ ഇറങ്ങുന്നതിന് കുറച്ച് ദിവസം മുന്നേ പറയുന്നത് പാടിയത് ചിത്ര ചേച്ചിയാണ്. അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് പാട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം വീട്ടിലൊക്കെ വലിയ സന്തോഷമാണ്. കാരണം
ചിത്ര എന്നുള്ള പേര് എല്ലാ മലയാളികൾക്കും അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. നമ്മള് ഈ സിനിമയിലേക്ക് വരുന്ന പറയുമ്പോൾ സാധാരണ എല്ലാവരും കാണാനും ഭയങ്കര സുന്ദരനാണ്. അപ്പൊ സിനിമയുടെ മുന്നിലോട്ട് വരണം, നായകനായിട്ട് വരണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. ഞാൻ ഇതിന്റെ പിറകിൽ ഇരുന്നുകൊണ്ട് ഞാൻ തന്നെ പറയാറുണ്ട്, ഇങ്ങനെ ഒളിച്ചിരുന്ന് പെയിന്റ് അടിക്കുക എന്നുള്ള പരിപാടിയാണ് എനിക്ക് വളരെ ഇഷ്ടമാണത്. കാരണം നമുക്ക് അറിയുന്ന പണി നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. എനിക്ക് അറിയാത്ത പണിയിലേക്ക് ഞാൻ പോകാറില്ല. ടീച്ചിങ് ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എഴുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഇഷ്ടമില്ലാത്ത കാര്യത്തിലേക്ക് ഞാൻ പോകാറില്ല. അതിന് നമുക്ക് 100% കൊടുക്കാൻ പറ്റൂല. പിന്നെ ആരുടെയെങ്കിലും നിർബന്ധപ്രകാരം നമ്മൾ പോയത് കൊണ്ട് കാര്യമില്ല, നമുക്ക് അവിടെ ശോഭിക്കാൻ വേണ്ടി പറ്റൂല. അല്ല, ചിലപ്പോഴൊക്കെയും നമ്മളിപ്പോൾ പാട്ട് നന്നായിട്ട് ആസ്വദിക്കുമായിരിക്കും, പാടിയ ആളാരാണ്, അതിൽ അഭിനയിച്ച ആരാണ് എന്നൊക്കെ നമ്മൾ അറിയുമായിരിക്കും. അത് അതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് ആരാണ് എഴുതിയത് എന്ന് കൂടുതൽ ആളുകൾ ചിന്തിക്കാറില്ല. അപ്പൊ അത്രത്തോളം ഒരു വലിയൊരു ഫെയിം കിട്ടുന്ന ഒരു ഏരിയ അല്ല എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇത് പിന്നെ നമ്മളൊരു കാര്യം ആലോചിച്ചാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല. പക്ഷെ എന്നാൽ ഈ ചോദിച്ച ചോദ്യം അവിടെ ബാക്കി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഉത്തരം അതാണ്, നമ്മളതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ പാട്ടിനെ കുറച്ചുകൂടെ, പാട്ട് എഴുതിയ ആളെ ഇപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ അറിയാൻ വരുന്നുണ്ട്. കാരണം റഫീഖ് അഹമ്മദിനെ പോലെ, ഇപ്പോൾ വിനായക് ശശികുമാർ, മനു മഞ്ജിത്ത്, ഹരിനാരായണൻ, ഈ പേരുകളൊക്കെ ആൾക്കാർ അറിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സിനിമ പിന്നെ എന്തായാലും ഇത് നായകൻ്റെയും നായികയുടെയും അല്ലെങ്കിൽ നമ്മൾ വിഷ്വലി കാണുന്നതിനോടാണ് ആൾക്കാർക്ക് എപ്പോഴും പ്രിയം ഉണ്ടാവുക. പിന്നെ പാട്ടിനെ കുറിച്ച് അന്വേഷിക്കുന്ന, പാട്ടിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ അതിൻ്റെ ക്രെഡിറ്റിലേക്ക് നോക്കൂ. അതിൽ ആരാണ് വോക്കൽ ചെയ്തത്, ആരാണ് എഴുതിയത്, ആരൊക്കെയാണ് ഇൻസ്ട്രുമെൻ്റ് ചെയ്തത്. നമുക്ക് പിന്നെയും നമുക്ക് മ്യൂസിക് ഡയറക്ടർക്കും ലിറിസിസ്റ്റിനും പേരുകൾ ആൾക്കാർ തിരിച്ചറിയും. അതിൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അത് മ്യൂസിക് ചെയ്ത് അതിൻ്റെ വീണ വായിച്ച ആൾ, വയലിൻ വായിച്ച ആൾ, അവരൊക്കെ ആരറിയുന്നു? അപ്പം എല്ലാവരും അറിയപ്പെടേണ്ട ആൾക്കാർ തന്നെയാണ്. പിന്നെ നമുക്ക് പോസ്റ്ററിലൊക്കെ നമ്മുടെ പേരുകൾ വരുന്നുണ്ട്, പാട്ടിൻ്റെ. അതെ, ക്രെഡിറ്റിൽ നമ്മുടെ പേര് വരണം ശരിക്കും. പിന്നെ FM ചാനലുകളൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ അവർ പേര് കൃത്യമായിട്ട് പറയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് പിന്നെ വിദ്യാസാഗർ ഈണം നൽകിയ എന്ന് പറയാറുണ്ട്. അതെ അതെ അതെ. താങ്ക് യു. നല്ലൊരു കോഫിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോഫി കുടിച്ചുകൊണ്ട് ഇനി നമുക്ക് സംസാരിക്കാം അല്ലേ? ചൂടോടെ സംസാരിക്കാം. പുറത്ത് ചെറിയൊരു മഴയുടെ കോളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. എങ്ങനെയാണ് അത് പറയുമ്പോഴാണ് കാലാവസ്ഥയോട് എങ്ങനെയാണ് താല്പര്യം? മഴക്കാലത്താണോ കൂടുതൽ നമുക്ക് ഈ ഭാവനയൊക്കെ ഉണരുക, അല്ല നമുക്ക് വേനൽക്കാലമാണോ ഇഷ്ടം? അതെങ്ങനെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് ഇത് സിനിമ എപ്പോഴും ഒരു ആവശ്യത്തിന് പുറത്താണ് വരുന്നത്. ഇന്നതാണ് ആവശ്യം. അപ്പോൾ നമുക്ക് യാതൊരു വിധത്തിൽ നമ്മൾ വളരെ ചൂട് പിടിച്ചൊരു സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ അസുഖബാധിതരായിട്ട് കിടക്കുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലാർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ പാട്ട് കിട്ടണം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് നോക്കാറില്ല. നേരെ മറിച്ച് നമ്മൾ നേരെ മറിച്ച് ഒരു കവിത എഴുതുകയാണ്, നോവൽ എഴുതുകയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു കാമായിട്ടുള്ള അന്തരീക്ഷത്തെ ചെയ്യാം. പക്ഷെ ഇതൊരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുകയാണ്, വലിയ സാമ്പത്തിക ഉത്തരവാദിത്തമുള്ളൊരു പരിപാടിയാണ്. അപ്പം അതിൽ നമ്മൾ വൈകാതെ എത്രയും വേഗത്തിൽ കൊടുക്കുക, ഒരു ജോലി പോലെ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ അന്തരീക്ഷത്തിനൊന്നും പ്രസക്തിയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വൈശാഖ് ഇങ്ങനൊരു മേഖലയിലേക്ക് വരേണ്ട ആളാണ് എന്നുള്ളത് കൃത്യമാണ്. കാരണം ഏത് തരത്തിലുള്ള പാട്ടും എഴുതാൻ പറ്റുന്നു, ഏത് അവസ്ഥയിലും നമുക്ക് പാട്ട് എഴുതാൻ പറ്റുന്നു, നമുക്ക് മ്യൂസിക്കിനനുസരിച്ച് എഴുതി കൊടുക്കാൻ പറ്റുന്നു. അപ്പം അത് ആദ്യം തന്നെ അത്രയും ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഞാൻ ശോഭിക്കും എന്നുള്ളൊരു വിശ്വാസം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു? എനിക്ക് വരണം എന്നുള്ള ആഗ്രഹം ആദ്യമായിരുന്നു. വന്ന് ആദ്യം പറഞ്ഞ പോലെ ഒരു പാട്ട് എഴുതിയ തീർന്നു എന്നാണ് വിചാരിച്ചത്. അപ്പം അതിനുശേഷം പിന്നെ അവസരങ്ങൾ വരുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ആർക്കൊക്കെയോ ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തണം എന്നുള്ളതായിരുന്നു പിന്നത്തെ ആഗ്രഹം. അവർ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ആളും തൃപ്തിപ്പെടണം എന്ന് വിചാരിച്ചിട്ട് വരും. അപ്പം അങ്ങനെയാണ് വിളികൾ വരുന്നത്. അതായത് വരുന്ന വർക്കിനോട് 110% നമ്മൾ ആത്മാർത്ഥത കാണിക്കും. വളരെ വേഗത്തിൽ നമ്മളെ കൊണ്ട് ഒരിക്കലും പ്രൊജക്റ്റ് വൈകാത്ത രീതിയിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. കാരണം ഇതൊക്കെ അങ്ങനെയാണ്, ഒരു ബിസിനസ് പരിപാടികളാണ്, സിനിമയാണ്. അപ്പം അതിൻ്റെ ഗൗരവം നമുക്കറിയാം. ഇതിങ്ങനെയാണ് സംഗതി, നമ്മൾ ഉഴപ്പിക്കളിക്കേണ്ട ഒരു സംഗതിയല്ല. പിന്നെ ഇഷ്ടമാണ് ഏറ്റവും വലുത്. എനിക്ക് തോന്നുന്നത് എനിക്കിതിനോട് വലിയ ഇഷ്ടമാണ്, പാഷനാണ്. നമ്മൾ പാഷനോട് ആത്മാർത്ഥത പുലർത്തിയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നിനോട് നമുക്ക് പുലർത്താൻ പറ്റില്ല. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിനോട് ഞാൻ സത്യസന്ധത പുലർത്തിയിട്ടില്ലെങ്കിൽ
വേറെ ഒന്നിനോട് എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതെ, ഞാൻ ഫുൾ അതിൽ കൊടുക്കും. അതെ. ഈ വൈശാഖിനെ അന്വേഷിച്ച് വരുന്നത്, അതായത് ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഞാനടക്കമുള്ളവർ അന്വേഷിച്ച് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വരിക്കുന്ന ഒരു ഇന്നർ മീനിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗന്ദര്യവും ഒക്കെ തന്നെ ആയിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വൈശാഖിനെ എപ്പോഴും ഇങ്ങനെ എനർജറ്റിക് ആക്കി വെക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതായത് സ്കൂൾ അധ്യാപകനാണ്, അപ്പോൾ കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചെറുപ്പമായിരിക്കും പറയും, മനസ്സിനും ശരീരത്തിനും ഒക്കെ. അത് എത്രത്തോളമാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? തീർച്ചയായിട്ടും വൈബ്രൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഒരു ഹൈസ്കൂൾ തലത്തിലൊക്കെ നിൽക്കുന്ന കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ ലോകത്തെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ അത് കുട്ടികൾ കേട്ടിട്ടുണ്ടോ, അതിനെക്കുറിച്ച് കുട്ടികൾ സംസാരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് ആ ലെവലിലുള്ള ഗ്രൂപ്പിൽ എത്തിയിട്ടില്ല. അപ്പോൾ അവർ ഈ ആവേശത്തിലൊക്കെ പാട്ട് വളരെ ആവേശത്തോടു കൂടി കുട്ടികൾ ചിലപ്പോൾ സ്റ്റോറിയിലൊക്കെ ആ പാട്ടുകൾ ഇങ്ങനെ ഇടാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ പാട്ടൊക്കെ കുട്ടികൾ എപ്പോഴാണ് ഇടുന്നത് എന്നിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ മന്ദാകിനിയിലെ വട്ടയപ്പ് എന്ന് പറയുന്ന പാട്ടൊക്കെ ഡെപ്സിയൊക്കെ പാടുമ്പോൾ കുട്ടികൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കും, സാറ് പൊളിയാണ്, സൂപ്പർ പാട്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഉള്ള പാട്ടുകൾ വരുമ്പോൾ അവരത് എൻജോയ് ചെയ്യും. പിന്നെ സ്കൂളുകൾ ഓണപരിപാടിയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മൈക്കിലൊക്കെ കുട്ടികൾ ആ പാട്ട് വെറുതെ ഇടും, സാറല്ലേ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇട്ട് കൊടുക്കും. പിന്നെ കമന്റ്സ് പറയും പെട്ടെന്ന്, സാറേ അത് ഓക്കാണ്, ശരിയില്ല, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ അത് പൊളിയാണ്, പിള്ളേരുടെ ഒരു ഭാഷയുണ്ടല്ലോ, അത് പെട്ടെന്ന് പോയി കിട്ടും എന്താണ്. അതെ അതെ അതെ. ഒരു പാട്ട് ഇറങ്ങി 2 ദിവസത്തിനുള്ളിൽ സ്കൂളിന്റെ പരിസരത്ത് നമുക്ക് കിട്ടും അത് ഓക്കെ ആണോ. ചിലതൊന്നും കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ പാട്ട് അവരുടെ അടുത്ത് എത്തിയിട്ടില്ല. അതെ, നമ്മുടെ പുതിയ കുഞ്ഞുങ്ങളെ തൃപ്തിപ്പെടുത്താൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ വഴിയാണ് നമ്മളൊക്കെ ഈ ഒരു പാത അല്ലെ തീർച്ചയായിട്ടും ഇതിലേക്കൊക്കെ എത്തിയത്. പക്ഷെ പിള്ളേർക്ക് ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ അമ്മമാരായി വൈബ്, പുതിയൊരു അവരുടെ കണ്ടുപിടുത്തമാണ്. അപ്പൊ ആ ഒരു വൈബ് അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അവരിപ്പോ ഇൻസ്റ്റയിലാണ്, പുതിയ പാട്ടുകളും പുതിയ ആളുകളെയും ഒക്കെയാണ് അവർക്ക് താല്പര്യം. പക്ഷെ അവർക്കൊപ്പം ഒക്കെയും പിടിച്ചു നിൽക്കാൻ ഒക്കെ കഴിയുന്ന ഒരു വൈശാഖ് മാജിക് എപ്പോഴും കയ്യിലുണ്ട്. അത് ഇനിയും മുന്നോട്ട് അതുപോലെ പോകട്ടെ, ഒരുപാട് വർക്കുകൾ വരട്ടെ, അതുപോലെ അധ്യാപനത്തിലും വലിയ വലിയ ഉയരങ്ങളിൽ കീഴടക്കാൻ പറ്റട്ടെ. നമുക്ക് വേണ്ടി ഇത്രയും നേരമൊക്കെ തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.